നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന, നിങ്ങളെ നേരായ രീതിയിൽ ചിന്തിക്കാൻ സഹായിക്കുന്ന, വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ കാണാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഐ ആം റെഡി എന്ന് താഴെ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യണേ. നമ്മളിങ്ങനെ കമന്റ് ചെയ്യാൻ പറയുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ കാര്യം ഗ്രഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഐ ആം റെഡി എന്ന് കമന്റ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ ആ ഒരു മെസ്സേജ് ചെയ്യുമ്പോൾ, നമ്മൾ ആ ഒരു ടൈപ്പിംഗ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സും കൂടെയും ആ ഒരു കാര്യം കേൾക്കാൻ വേണ്ടി തയ്യാറാവുകയും അത് പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാനും നിങ്ങളുടെ മനസ്സിനുള്ളിൽ പതിയാനും അത് കാരണമാകും കേട്ടോ. നിങ്ങളുടെ ഉപബോധ മനസ്സിന് യഥാർത്ഥത്തിൽ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ചെറിയൊരു അഫർമേഷൻ പോലെ പറയുകയാണ്, ഞാൻ ഇത് കേൾക്കാൻ തയ്യാറാകാൻ പോവുകയാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് ഈ ഒരു കാര്യങ്ങളെ പെട്ടെന്ന് ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഐ ആം റെഡി എന്ന വാക്ക് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ മടിയൊന്നും കൂടാതെ എല്ലാവരും കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകാനും നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോകാതെ പതിയാനും അത് സഹായിക്കും കേട്ടോ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും, നിങ്ങളുടെ തലച്ചോറ് അല്ലെങ്കിൽ തലയുടെ പുറകു ഭാഗത്താണ് നിങ്ങളുടെ ഭാഗ്യം ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ തീർച്ചയായിട്ടും വിശ്വസിക്കണം കേട്ടോ. യഥാർത്ഥത്തിൽ നമ്മളുടെ എല്ലാവരുടെയും തലച്ചോറ് അല്ലെങ്കിൽ തലച്ചോറിന്റെ ബാക്ക് സൈഡിലാണ് നമ്മളുടെ ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നത്. ഈ ഭാഗ്യം എന്ന് പറയുന്നത് പലപ്പോഴും പലരും കരുതുന്നത് നമുക്ക് കുറെ സൗഭാഗ്യങ്ങൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ അതൊക്കെ നമുക്ക് നേടിക്കഴിയുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് സമ്പത്ത്, അവർ ആഗ്രഹിക്കുന്ന കാറ്, വാഹനങ്ങള്, ഒരുപാട് സ്വത്തുക്കള്, നല്ല ജീവിതം, അപ്പൊ നല്ല ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ കിട്ടിക്കഴിയുമ്പം അല്ലെങ്കിൽ മറ്റൊരാളിൽ കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ അവൻ എന്ത് ഭാഗ്യം അല്ലെങ്കിൽ അവൾക്ക് എന്ത് ഭാഗ്യവാ, നമുക്കൊന്നും ഈ ഭാഗ്യമില്ലല്ലോ എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. യഥാർത്ഥത്തിൽ ഈ ഭാഗ്യം അവർക്കും കിട്ടിയത് അവരുടെ തലച്ചോറിന്റെ ഈ ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗ്യം യഥാർത്ഥത്തിൽ നമ്മൾക്കും കൊണ്ടുവരാൻ, നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മളുടെ ഈ ഒരു ഭാഗത്തിന് വേണ്ടത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കുക, ആ ഒരു ഭാഗത്തെ നമ്മൾ കൃത്യമായിട്ട് സംരക്ഷിക്കുകയും നമ്മൾ കൃത്യമായ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ജീവിതത്തിൽ ഈ ഭാഗ്യം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. അല്ലാതെ അപ്രതീക്ഷിതമായി വരുന്ന ഭാഗ്യത്തെ നമുക്ക് ഒരിക്കലും അതൊരു ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾക്ക് ആ ഒരു നിലനിൽപ്പ് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. എന്താന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, ഒരുപാട് തുക അല്ലെങ്കിൽ വലിയ തുക, കോടികളൊക്കെ ലോട്ടറി അടിച്ചിട്ടുള്ള പല വ്യക്തികളും കടക്കണിയിലായിട്ടുള്ള പല വാർത്തകളും നമ്മൾ ഈയിടെ ഒരു ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. 2 കോടിയോ മറ്റോ ലോട്ടറി അടിച്ച് അയാൾക്ക് ഒരു ഭാഗ്യം കിട്ടിയതിന് ശേഷം ഇപ്പൊ 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞപ്പോൾ അയാൾ വളരെയധികം ദുരിതത്തിലും വീടൊക്കെ പൊളിച്ച് എന്തോ കടബാധ്യതകളൊക്കെ കയറിയിട്ട് ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇപ്പൊ അനുഭവിക്കുന്നു എന്നുള്ള വാർത്തയെ. അപ്പൊ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഈ 2 കോടി രൂപ അവർക്ക് കിട്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഇത്രയും പൈസ അവരെന്ത് ചെയ്തു, എങ്ങനെയാണ് ഈ ഒരു കടബാധ്യതയിലേക്ക് അയാൾ എത്തിയത്, നമ്മളുടെ കയ്യിൽ അത് കിട്ടുമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് സുരക്ഷിതമായി അത് നോക്കിയേനെ, എന്ത് സുരക്ഷിതമായി നമ്മളിത് ശ്രദ്ധിച്ചേനെ, കൈകാര്യം ചെയ്തേനെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലെ, ഈ ഒരു ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, അദ്ദേഹം യഥാർത്ഥത്തിൽ അതൊരു മാനിഫെസ്റ്റ് ചെയ്ത, അല്ലെങ്കിൽ അയാൾ നിരന്തരമായിട്ട് എനിക്ക് ലോട്ടറി അടിക്കണം എന്ന് ആഗ്രഹിച്ച് നേടിയ ഒരു കാര്യം അല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഒരു പൈസ നിൽക്കാതെ പല വിധത്തിലത് പോകാനും കടബാധ്യതയിൽ ആകാനും കാരണമായത് കേട്ടോ. നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഭാഗം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾക്കൊരു നിലനിൽപ്പുണ്ടാക്കാനും നമ്മളിലേക്ക് വരുന്ന ഭാഗത്തെ പിടിച്ചു നിർത്താനുമുള്ള ഒരു കഴിവുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ തലയുടെ ബാക്ക് സൈഡിലാണ് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അതായത് RAS എന്ന ഒരു ഭാഗം പ്രവർത്തിക്കുന്നത്. ഈ RAS എന്ന ഈ ഒരു ഭാഗം കൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്, നിരന്തരമായി നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ ആ ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ ആ ഒരു കാര്യം നേടിയെടുക്കാനും ഭാഗ്യമായി നമുക്കത് കണക്ക് കൂട്ടാനും ഒക്കെ സാധിക്കും കേട്ടോ. നമ്മൾ നിരന്തരമായി പണത്തെ പറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുൻപിലേക്ക് നിങ്ങളുടെ ആ ഒരു ചിന്താഗതി കൊണ്ട് അല്ലെങ്കിൽ ചിന്താശേഷി കൊണ്ട് ഉറപ്പായിട്ടും അതിനു വേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, പണം സമ്പാദിക്കാനുള്ള ആവശ്യമായ കാര്യങ്ങൾ, അതിനുള്ള വഴികൾ, വ്യക്തികൾ, ആ ഒരു കാര്യങ്ങളൊക്കെ, ഒരുപാട് വഴികളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ തെളിയാനായിട്ട് ഈ ഒരു നമ്മളുടെ ചിന്താഗതി കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ചിന്താഗതി അല്ലെങ്കിൽ നമ്മളുടെ തലയുടെ ബാക്ക് സൈഡിലാണ് നമ്മളുടെ ഭാഗ്യം ഇരിക്കുന്നത് എന്നുള്ളത്. ഉറപ്പായിട്ടും നമ്മൾക്ക് ഭാഗ്യം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചേ മതിയാവുകയുള്ളൂ.
നിങ്ങൾക്ക് എന്താണോ ആവശ്യം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, നിങ്ങൾക്കൊരു വാഹനം വേണം. ഞാൻ എൻ്റെ ഒരു വാഹനം മാനിഫെസ്റ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ ഞാൻ ആഗ്രഹിച്ച അതേ കളറാണ് ഞങ്ങൾ വാഹനം എടുത്തത്. അപ്പം ഞാൻ നിരന്തരമായിട്ട് ചിന്തിക്കുമായിരുന്നു, എനിക്ക് ആ ഒരു കളർ വാഹനമാണ് വേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൽ നമ്മൾ പോകുന്നത്, നമ്മൾ സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യുന്നത്, നമ്മൾ ആ ഒരു വാഹനം വാങ്ങാൻ പോകുന്നതൊക്കെ ഞാൻ കൃത്യമായിട്ട് മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു. ഞാൻ നിരന്തരം ചിന്തിക്കുമായിരുന്നു. വളരെ ഹാപ്പി ആയിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ ആ ഒരു കാര്യം എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു ചിന്തയൊക്കെ കൊണ്ടാണ് നമ്മൾക്ക് ഓരോരോ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഞാനൊരു വീട് വാങ്ങിച്ചതും, ഞാൻ ഈ വീട് ആദ്യം ഞാൻ ഒരു 6 months മുമ്പ് നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് ഞാൻ വീട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത് വാടകയ്ക്ക് നോക്കാൻ വേണ്ടി, യഥാർത്ഥത്തിൽ വാടകയ്ക്കായിട്ട് അയാൾ അന്നേരം വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വാടകയ്ക്കെങ്കിൽ തൽക്കാലം നമുക്ക് വാടകയ്ക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീട് വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പം അദ്ദേഹം പറഞ്ഞു വാടക, ഭയങ്കരമായ വാടക പറഞ്ഞപ്പം നമ്മളത് വേണ്ടെന്ന് വെച്ചു. അതിനുശേഷം ഞാനപ്പോൾ എപ്പോഴും നിരന്തരം എൻ്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു, നമുക്കത് വീട് വാങ്ങാൻ പറ്റുമായിരുന്നു, നല്ലതായിരുന്നു, അയാൾ വിൽക്കുമായിരുന്നു, നമുക്ക് വാങ്ങാമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഈ ഒരു, നമ്മൾ റോഡ് സൈഡിലാണ് വീട്, അപ്പം നമ്മളിങ്ങനെ അതിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ പറയും, ഇക്ക നമുക്കിത് കിട്ടുമായിരുന്നു, നല്ലതായിരുന്നു അല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട വീടായിരുന്നു, നമുക്കിത് എങ്ങനെയും വാങ്ങാം, എപ്പോഴും അയാൾ വിൽക്കാൻ ഇടുമല്ലോ, ആ സമയത്ത് നമുക്ക് വാങ്ങണമെന്നൊക്കെ അങ്ങനെ പറഞ്ഞ ഒരു 2 മാസത്തിന് ശേഷം അദ്ദേഹം നമ്മളോട് പറഞ്ഞു, ഇത് വിൽക്കാൻ വേണ്ടി ഇട്ടേക്കുവാണ്, നിങ്ങൾ ഇപ്പോൾ വാടകയ്ക്ക് ഞാൻ കൊടുക്കുന്നില്ല, നിങ്ങൾ വിൽക്കാൻ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതാണ്, നമ്മൾ നിരന്തരമായി എന്തിനെപ്പറ്റി ചിന്തിക്കുന്നുവോ ആ ഒരു അവസരം നമ്മൾക്ക് വന്നു ചേരും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണവും ഞാൻ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇങ്ങനെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്നിലേക്ക് വരികയും എനിക്കത് നേടാനും സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് ഏതൊരു ഭാഗ്യത്തെയും നമ്മൾക്ക് അട്രാക്ട് ചെയ്യാനും നമുക്ക് നേടിയെടുക്കാനും സാധിക്കും കേട്ടോ. നമ്മൾ പലരുടെയും അവർ പെട്ടെന്നൊരു വീട് വാങ്ങുന്നു അല്ലെങ്കിൽ വാഹനം വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ഭാഗ്യമാണ്, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് അവർക്ക് ഭാഗ്യമുണ്ട്, അവർക്കത് നേടാൻ സാധിച്ചല്ലോ. പലപ്പോഴും അങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലേ. പക്ഷെ അതിൻ്റെ പുറകിൽ അവരുടെ ചിന്തകൾ ഒരുപാടുണ്ടാകും, ഒരുപാട് നേരം അവര് അതിനുവേണ്ടി ആ ഒരു അവരത് നേടുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവാം. ആ ഒരു നിറം അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ നമ്മുടെ സ്വപ്നത്തിലുള്ളൊരു ഭവനം, സ്വപ്നത്തിലുള്ളൊരു വാഹനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവാം. നമ്മൾ ഈ ഒരു എഫേർട്ട് നമ്മൾ കാണുന്നില്ല, നമ്മൾ പെട്ടെന്ന് അത് നേടുന്നത് മാത്രമേ നമ്മൾ പലരിലും നമ്മൾ കാണുന്നുള്ളൂ അല്ലേ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള സുഹൃത്തുക്കളെ, എല്ലാവരും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ നിരന്തരമായി ചിന്തിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ചിന്തകൾക്കുള്ളിലാണ് നമ്മളുടെ ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്ന ഈ ഒരു തലയുടെ ബാക്ക് സൈഡിലാണ് നമ്മളുടെ ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നത് എന്ന് പറയാനും കാരണം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഏതൊരു സാഹചര്യത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്, ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടണം, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. നിങ്ങൾ പോസിറ്റീവായിട്ട് എനിക്കത് സാധിക്കും, എന്നെ കൊണ്ട് പറ്റും, എനിക്കത് നേടാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ നിരന്തരമായിട്ട് ചിന്തിക്കുക, വിഷ്വലൈസേഷൻ ചെയ്യുക, നിങ്ങൾ അഫർമേഷൻസ് പറയുക. ഇതുകൊണ്ടാണ് നമ്മൾ രാവിലെ മെഡിറ്റേഷനും അഫർമേഷൻസും ഒക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, ഇപ്പോൾ ഉള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ നന്ദി പറയണം കേട്ടോ. അപ്പം നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള നമ്മളുടെ യാത്ര എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ സംഭവിക്കാനായിട്ട് കാരണമാകും. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോടുള്ള പക, വിദ്വേഷം ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തുക. ഇതൊക്കെ നമ്മളെ ലക്ഷ്യങ്ങളിലേക്ക്, നമ്മളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് തടസ്സം വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾക്കൊരു വ്യക്തിയെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് ഉപദ്രവിച്ച വ്യക്തികൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ മാറ്റി നിർത്തുക. നിങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ കേൾക്കാനോ ചിന്തിക്കാനോ ഒന്നും താല്പര്യമില്ല എന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് എപ്പോൾ തീരുമാനിക്കുന്നു ആ സമയത്ത് നിങ്ങൾ രക്ഷപ്പെടും കേട്ടോ. നിങ്ങൾക്ക് അതിനൊന്നും സമയമില്ല. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. നമ്മളെ അവഗണിച്ച അല്ലെങ്കിൽ നമ്മളോട് നമ്മൾക്ക് വിരോധമുള്ള വ്യക്തികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗം, അത് എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ ഭാഗ്യം അവിടെ ഒളിഞ്ഞിരിക്കുന്നത് എന്നതിനെ പറ്റിയൊക്കെ ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുള്ള, ഇത്രയേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, നിങ്ങൾ എന്ത് നേടണം, നിങ്ങൾക്ക് എന്തായി തീരണം എന്നൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി, നിങ്ങളുടെ സാഹചര്യം എന്തും ആയിക്കോട്ടെ, നിങ്ങൾ നിരന്തരം ചിന്തിക്കുക കേട്ടോ. നിങ്ങൾ നിരന്തരം ചിന്തിക്കുക, ആത്മവിശ്വാസത്തോടു കൂടി, അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. എന്നെക്കൊണ്ട് സാധിക്കും, എന്നെക്കൊണ്ട് പറ്റും, എങ്ങനെയും എനിക്കത് നേടിത്തരും. യൂണിവേഴ്സിൽ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക.
നിരന്തരം ചിന്തിക്കുക. അത് നേടിക്കഴിഞ്ഞതായിട്ട് നിരന്തരം ചിന്തിക്കുക. നമ്മൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിൽ പറയുന്ന പോലെ നിങ്ങൾ നിരന്തരം ചിന്തിക്കുക. നിങ്ങൾ നേടിക്കഴിഞ്ഞതായിട്ട് നിരന്തരം ചിന്തിക്കുക. അപ്പം നമുക്ക് കൂടുതൽ നമ്മളുടെ ഉപബോധ മനസ്സിന് ആ ഒരു ഉറപ്പ്, അല്ലെങ്കിൽ എനിക്കത് നേടാൻ സാധിക്കും, എന്നെക്കൊണ്ട് പറ്റും, എനിക്കത് നേടിക്കഴിഞ്ഞതായിട്ട് നമ്മൾ അഫർമേഷൻസും ചിന്തകളൊക്കെ നമ്മുടെ ആ ഒരു രീതിയിലാവുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിരിക്കും. അതേസമയം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് എനിക്കെന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ ജീവിതം എനിക്കൊന്നും നേടാൻ സാധിക്കുന്നില്ല, എൻ്റെ ഒരു വല്ലാത്തൊരു ദുരിതം പിടിച്ചൊരു ജീവിതമാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് ഒന്നും ചെയ്യാനില്ല, ഇന്നത്തെ ദിവസം വളരെ ഒരു ബോറായിട്ടുള്ളൊരു ദിവസമാണ്, ഇന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആയിത്തീരുള്ളൂ. അപ്പം നിങ്ങളുടെ ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ആ ഒരു ഭാഗം റെക്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നല്ലത് സംഭവിക്കും, നല്ലത് വരും, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ആ ഒരു ചിന്തയിലൂടെ അത് സംഭവിക്കാനുള്ള കാര്യങ്ങൾ, വ്യക്തികളുടെ സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വാഹനം ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന അതേ രീതിയിലുള്ള വാഹനം അല്ലെങ്കിൽ ആ ഒരു കളർ വാഹനം കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊരു വ്യക്തിയോട് ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അദ്ദേഹത്തോട് നിങ്ങളൊരു വഴി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആദ്യമായി അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കണം കേട്ടോ. ഒരു സ്കൂൾ ടീച്ചറോ അല്ലെങ്കിൽ ഒരു സ്കൂൾ സാറോ ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അവരോട് അവിടെ ഒരു സ്കൂളുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്ന് ഒരു മടുപ്പ് തോന്നാതെ ആ ഒരു രീതിയിലേക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനും സാധിക്കും കേട്ടോ. അപ്പം അവർ എപ്പോഴും നിരന്തരം ചിന്തിക്കുന്നത് ആ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതലായിട്ടും അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും ആ ഒരു ടീച്ചിങ് ഫീൽഡ് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇഷ്ടത്തോടു കൂടി അവർ ആ ഒരു സ്കൂൾ കണ്ടുപിടിക്കാനായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് കൂടുതൽ ലക്ഷ്യത്തിലെത്താൻ പെട്ടെന്ന് ഒരു മടുപ്പ് തോന്നാതെ എത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ബാർബറാണ് അല്ലെങ്കിൽ മുടിവെട്ടുകാരനോടാണ് നിങ്ങളൊരു വഴി പറഞ്ഞു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറയുമ്പം ഇന്ന സ്ഥലത്തൊരു ബാർബർ ഷോപ്പ് ഉണ്ട് എന്ന് അദ്ദേഹത്തോട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതേ രീതിയിലാണ് ഓരോരോ കാര്യങ്ങളും. നമ്മൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അല്ലെങ്കിൽ നമ്മൾക്ക് നിരന്തരം ചിന്തിക്കുന്നത് എന്താണോ ആ ഒരു കാര്യത്തെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് നമ്മളുടെ തലച്ചോറിന് പ്രത്യേകം കഴിവുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഈ ഒരു നമ്മളുടെ റെക്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അതായത് നമ്മളുടെ തലച്ചോറിൻ്റെ തലയുടെ പുറകു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ലക്ഷ്യസ്ഥാനങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ഭാഗ്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഉറപ്പാണത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഭാഗത്തെ നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കുക. എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ജീവിതം നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലോട്ട് കൂടുതൽ നെഗറ്റീവ് ആക്കാനും കൂടുതൽ കഷ്ടത ആക്കാനും ശ്രമിക്കാതെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുകയും ചെയ്യുക. ഉറപ്പായിട്ടും റെക്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിൽ അത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് നേടാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വളരണോ നിങ്ങൾക്ക് തളരണോ എന്നുള്ളത് നിങ്ങളുടെ ചിന്താഗതിയെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾക്ക് എന്ത് നേടണം എന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്, നിങ്ങളാണ് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത്. ഉറപ്പായിട്ടും അതിനുള്ള സാഹചര്യങ്ങൾ യൂണിവേഴ്സ് കാണിച്ചു തരും. പക്ഷെ ചിന്തിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമ്മളുടെ നല്ല സമയമൊക്കെ നല്ല ചിന്തകൾക്ക് വേണ്ടിയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും ചെയ്യാനും പ്രവർത്തിക്കുവാനും അല്ലെങ്കിൽ ചിന്തിക്കുവാനും ഒക്കെ ശ്രദ്ധിക്കുക. ഉറപ്പായിട്ടും ജീവിത വിജയം എല്ലാവരുടെയും കൈകളിൽ തന്നെയാണ്. നമ്മളുടെ ജീവിതം എങ്ങനെ ആകണം എന്നുള്ളത് നമ്മളുടെ ചിന്തകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ആശംസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.